ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. മഹാഭാരത കഥയിൽ ഇന്ന് ഭീഷ്മോൽപത്തിയെക്കുറിച്ചാണ് കേൾക്കുവാൻ പോകുന്നത്. ഭീഷ്മോൽപത്തിയെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ അച്ഛനായ ശന്തനു രാജാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പുരുവംശത്തിലെ കേൾവി കേട്ട ഒരു രാജാവായിരുന്നു ഭരതൻ. അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽ അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനിയായ ഒരു രാജാവാണ് ഹസ്തി. ഹസ്തി നിർമ്മിച്ച നഗരമാണ് ഹസ്തിനപുരം. ഹസ്തിയുടെ വംശപരമ്പരയിൽപ്പെട്ട ഒരു രാജാവായിരുന്നു കുരു. കുരു രാജാവിൽ നിന്നാണ് കൗരവംശം ആരംഭിക്കുന്നത്. കുരുവംശത്തിലെ വളരെ പ്രസിദ്ധനായ പ്രദീപൻ എന്ന രാജാവിന്റെ മകനായിട്ടായിരുന്നു ശന്തനുവിന്റെ ജനനം. ശന്തനു രാജാവിന്റെ ജനനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കഥ നമുക്ക് കേൾക്കാം. ശന്തനു പൂർവജന്മത്തിൽ മഹാഭിഷൻ എന്ന രാജാവായിരുന്നു. ഇക്ഷ്വാകു വംശത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നു മഹാഭിഷൻ. ഇക്ഷ്വാകു വംശം ശ്രീരാമന്റെ വംശമാണ്. അദ്ദേഹം 1000 അശ്വമേധമെന്ന യാഗവും 100 രാജസൂയങ്ങളും നടത്തി. വലിയ സുകൃതിയായി തീർന്ന അദ്ദേഹത്തിന് മരിച്ചപ്പോൾ സ്വർഗം തന്നെ ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ഇന്ദ്രസഭയിൽ ഉപവിഷ്ടനായിരിക്കുന്ന സമയം ഒരു ദിവസം ഇന്ദ്രൻ മഹാഭിഷനും മറ്റു ദേവന്മാർക്കുമൊപ്പം ബ്രഹ്മദേവനെ സന്ദർശിക്കുവാൻ ബ്രഹ്മസഭയിലെത്തി. ആ സമയത്താണ് ഗംഗാദേവി തന്റെ സഖിമാരുമൊത്ത് ബ്രഹ്മസഭയിൽ എത്തിച്ചേർന്നത്. വായുദേവൻ ഒരു കുസൃതി കാണിച്ചു. പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റടിച്ചു. ഗംഗാദേവിയുടെ വസ്ത്രം ശരീരത്തിൽ നിന്നും മാറിപ്പോയി. ഭക്തിയോടെ നിന്ന ദേവന്മാരെല്ലാവരും കണ്ണുകൾ അടച്ചു നിന്നു. എന്നാൽ മഹാഭിഷനാകട്ടെ ഗംഗാദേവിയുടെ സൗന്ദര്യം നോക്കി ഇരുന്നുപോയി. അതുകണ്ട ബ്രഹ്മാവ് കോപിഷ്ഠനായി. അദ്ദേഹം മഹാഭിഷനെയും ഗംഗാദേവിയെയും ശപിക്കുകയുണ്ടായി. നീ മനുഷ്യനായി ഭൂമിയിൽ ജനിക്കട്ടെ എന്നും എതിരു പറയുന്നതുവരെ ഗംഗാദേവി നിന്റെ ഭാര്യയായിരിക്കട്ടെ എന്നുള്ള ശാപം രാജാവിന് നൽകി. വലിയ ദുഃഖത്തോടെ മഹാഭിഷൻ ഇന്ദ്രസഭ വിട്ടുപോന്നു. ആരുടെ മകനായി താൻ ജനിക്കണമെന്ന് അദ്ദേഹം ആലോചനയിലായി. അങ്ങനെയാണ് അദ്ദേഹം പുരുവംശത്തിലെ രാജാവായിരുന്ന പ്രദീപന്റെ മകനായി ശന്തനു എന്ന പേരിൽ ജന്മമെടുത്തത്. ഈ സമയം ഗംഗാദേവിയും വലിയ നിരാശയിലായിരുന്നു. മനുഷ്യസ്ത്രീയായി താനും ജനിക്കണമല്ലോ. അങ്ങനെ വിഷമിച്ച് നടക്കുമ്പോഴാണ് ഗംഗാദേവി നിരാശരായിരിക്കുന്ന 8 പേരെ കണ്ടത്. ദേവി അവരുടെ നിരാശയുടെ കാരണം അന്വേഷിച്ചു. തങ്ങൾ അഷ്ടവസുക്കളാണെന്നും വസിഷ്ഠ മഹർഷിയുടെ ശാപം തങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണെന്നും അവർ അറിയിച്ചു. മനുഷ്യരായി പിറക്കട്ടെ എന്നാണ് മഹർഷി അവരെ ശപിച്ചിരിക്കുന്നത്. ഗംഗാദേവിയോട് അഷ്ടവസുക്കൾ തങ്ങളുടെ അമ്മയായിരിക്കണമെന്ന് അപേക്ഷിച്ചു. ഗംഗാദേവി അതിന് സമ്മതമേകി. ഒരിക്കൽ ശന്തനു രാജാവ് ഗംഗാതീരത്ത് വേട്ടയാടി നടക്കുമ്പോൾ അതീവ മനോഹരിയായൊരു യുവതിയെ കണ്ടു. രത്നാഭരണങ്ങളും വെളുത്ത പട്ടും ചാർത്തിയ ആ സുന്ദരിയെ കണ്ട് രാജാവ് ചോദിച്ചു, നീ ദേവിയോ ഗന്ധർവ നാരിയോ? ആരാണ്? ഞാൻ ശന്തനു രാജാവ്. നീ എനിക്ക് റാണിയാകണമെന്ന് അപേക്ഷിക്കുന്നു. അത് കേട്ട് ആ സുന്ദരി പറഞ്ഞു, രാജാവെ, ഞാൻ അങ്ങയോടൊപ്പം വരാം. അങ്ങേക്കെന്നെ വേൾക്കണമെങ്കിൽ ഒരു നിയമമുണ്ട്. എന്റെ ഇഷ്ടത്തിനെതിരായി ഒരു വാക്കുപോലും അങ്ങ് പറയാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ആ നിമിഷത്തിൽ ഞാൻ അങ്ങയെ വെടിഞ്ഞു പോകും. അവളുടെ ഇഷ്ടത്തിനെതിരായി ഒരു വാക്കും ഉരിയാടുകയില്ലെന്ന് രാജാവ് ശപഥം ചെയ്തു. അങ്ങനെ ആ അത്ഭുതരൂപിണി രാജമഹിഷിയായി. അവളോടൊപ്പം സന്തോഷത്തോടെ വാണ രാജാവിന് ഒരാണ്ട് കഴിഞ്ഞപ്പോൾ ഒരു പുത്രൻ ജനിച്ചു. രാജാവിന്റെ ഹൃദയം ആഹ്ലാദത്തിൽ ആറാടി. പക്ഷേ ഒരു നിമിഷം മാത്രമേ ആ സൗഭാഗ്യം നീണ്ടു നിന്നുള്ളൂ. പെറ്റ കുഞ്ഞിനെ അമ്മ എടുത്തുകൊണ്ട് പെട്ടെന്ന് നടക്കുന്നതാണ് അമ്പരന്ന് നോക്കി നിൽക്കുന്ന അച്ഛൻ കണ്ടത്. അതാ കൊട്ടാരത്തിന് അരികിലൂടെ ഒഴുകുന്ന ഗംഗാനദിയിലേക്ക് അമ്മ തന്നെ ആ കുഞ്ഞിനെ വലിച്ചെറിയുന്നു. നിനക്ക് സന്തോഷമായല്ലോ എന്ന് പതുക്കെ പറഞ്ഞുകൊണ്ട്. അടുത്ത ആണ്ട് വീണ്ടും റാണി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെയും അമ്മ ഗംഗയിലേക്ക് എറിഞ്ഞു. വർഷങ്ങൾ നീങ്ങി. എല്ലാ വർഷവും ഈ ദാരുണ സംഭവം ആവർത്തിച്ചു. രാജാവ് ഹൃദയം തകർന്ന് ജീവിക്കുകയാണ്. 7 കുഞ്ഞുങ്ങളെ അവരുടെ അമ്മ കൊന്നുകളഞ്ഞു. ഒടുവിൽ ഒരു പുലരിയിൽ 8ാമത്തെ പുത്രനും പിറന്നു. അന്ന് റാണി നന്നായി ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് പതിവ് പോലെ ശിശുവിനെയും കയ്യിലേന്തി എണീറ്റപ്പോൾ അവളെ തടഞ്ഞുകൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ ശന്തനു പറഞ്ഞു, ദുഷ്ടേ, മതിയാക്കൂ ഈ കൊല. ആരാണ് നീ? എന്തിനാണ് നീ മക്കളെയെല്ലാം കൊല്ലുന്നത്? അവൾ പറഞ്ഞു, രാജാവേ, അങ്ങ് ശപഥം ലംഘിച്ചിരിക്കുന്നു. ഞാൻ പോവുകയാണ്. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ശന്തനു ചോദിച്ചു,
ആരാണ് നീ? എന്തിനീ ക്രൂരത? രാജാവേ, ദുഃഖിക്കരുത്. ഇത് വിധിയത്രേ. ഞാൻ ഗംഗാദേവിയാണ്. പണ്ട് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമ പശുവായ നന്ദിനിയെ അഷ്ടവസുക്കൾ അപഹരിച്ചുകൊണ്ടുപോയി. കുപിതനായ മഹർഷി അവർ മനുഷ്യയോനിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു. ദുഃഖിതരായ വസുക്കൾ എന്നെ അഭയം പ്രാപിച്ച് അവരുടെ അമ്മയാവണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെയാണ് ഞാൻ മനുഷ്യസ്ത്രീയായി അങ്ങയെ വിവാഹം കഴിച്ചത്. മഹാരാജാവേ, അഷ്ടവസുക്കളുടെ അച്ഛനായി തീർന്ന അങ്ങ് പുണ്യലോകങ്ങൾ നേടും. ജനിച്ചയുടൻ കുഞ്ഞുങ്ങളെ ഞാൻ ഗംഗയിൽ ഒഴുക്കിയത് അവർക്ക് ഉടൻ തന്നെ ശാപമോക്ഷവും പൂർവ്വരൂപവും കിട്ടാൻ വേണ്ടിയാണ്. അങ്ങേക്കു വേണ്ടി ഒടുവിലത്തെ പുത്രനെ ഞാൻ സംരക്ഷിച്ചിരിക്കുന്നു. ഗംഗാദേവി കുഞ്ഞിനെയും കൊണ്ട് മറഞ്ഞു. ശന്തനു രാജാവാകട്ടെ അവളെ ചൊല്ലി ദുഃഖിച്ച് അങ്ങനെ രാജകാര്യങ്ങളിലേക്ക് മടങ്ങി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. രാജാവ് ഒരു ദിവസം വേട്ടയാടി ഗംഗാതീരത്തെത്തി. അവിടെ വനഭൂമിയിൽ ഗംഗയുടെ ഒഴുക്ക് വളരെ കുറഞ്ഞിരിക്കുന്നത് കണ്ട് അതിന് കാരണമന്വേഷിച്ച് അദ്ദേഹം നദീതീരത്തൂടെ നടന്നു. അപ്പോൾ തേജസ്വിയായ ഒരു ബാലൻ അമ്പെയ്ത് കളിക്കുന്നു. അവൻ ശരധാര കൊണ്ട് നദീവേഗം തടഞ്ഞിരിക്കുന്നു. കൗതുകത്തോടെ രാജാവ് ആ കുട്ടിയെ നോക്കി നിന്നു. ദിവ്യകുമാരൻ പെട്ടെന്ന് മറഞ്ഞു കളഞ്ഞു. ശന്തനുവാകട്ടെ ഗംഗയെയും മകനെയും ഓർത്ത് ദുഃഖം പൂണ്ട് അവിടെ നിന്ന് ഇങ്ങനെ അപേക്ഷിച്ചു: ഗംഗാദേവി, എന്റെ മകനെ കാട്ടിത്തന്നാലും. ഉടനെ ഒരു അത്ഭുത ദൃശ്യം കാണായി. സർവാലങ്കാര വിഭൂഷിതയായി വെളുത്ത പട്ടുടുത്ത് ദിവ്യരൂപിണിയായ ഗംഗ ലക്ഷണയുക്തനായ ഒരു കുമാരന്റെ കൈപിടിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷയായി. പുഞ്ചിരിയോടെ ദേവി പറഞ്ഞു: ഇതാ അങ്ങയുടെ 8ാമത്തെ മകൻ. ഞാൻ വളർത്താനേറ്റ മകനെ തിരിച്ചേൽപ്പിക്കുന്നു. ഇവൻ ദേവവ്രതൻ, സർവശാസ്ത്രങ്ങളും ആയുധങ്ങളും പഠിച്ചവൻ. മഹാവീരനായ ഇവനെ സ്വീകരിക്കുക. രാജാവ് ആനന്ദാശ്രുക്കളോടെ മകനെ ഏറ്റുവാങ്ങി മാറോടണച്ചു. ബാലസൂര്യനെപ്പോലെ തേജസ്വിയായ ആ കുമാരനുമൊത്ത് തിരികെ ഹസ്തിനപുരത്തേക്ക് പോയി. ശന്തനു ദേവവ്രതനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.